കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തൊണ്ടേന്ന് ചിലപ്പോൾ വറ്റ് ചാടലുണ്ട്, ഉണ്ടാവലുണ്ടോ? ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ വായിൻ്റെ തൊണ്ടൻ്റെ ഉള്ളിൽ നിന്നൊരു വറ്റ് ചിലപ്പോൾ അറിയാതെ നമ്മൾ വരും, ചെറിയൊരു കയ്പോട് കൂടിയിട്ട്. അത് വിഴുങ്ങാൻ പറ്റുമോ? അതല്ല തുപ്പൽ നിർബന്ധം ഉണ്ടാവും. ഛർദ്ദിച്ചത് ഏതായാലും നജസ്സാണ്. ഈ സാധനം എന്താ തിരിച്ച് വിഴുങ്ങാൻ പറ്റുമോ? അതല്ല പുറത്തേക്ക് തുപ്പൽ നിർബന്ധമായിട്ട് വരുമോ? ഏതായാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നേരത്തെ ആ വിത്രിൻ്റെ ഇടയിൽ വന്നത്, അതുകൊണ്ട് വായ എഴുതാൻ പോയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ സമയം തന്നു. നാളെ വരെ നിങ്ങൾ ആലോചിച്ചോളി, നാളെ ഉത്തരം കിട്ടിയാൽ മതി. അതോടുകൂടെ പിന്നെ വരുന്ന ആളുകൾ എന്നും വരികയാണെങ്കിൽ റമദാൻ 30 ആകുമ്പോഴേക്കും നിസ്കാരത്തിൻ്റെ അല്പം മസാലകൾ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. ഏതായാലും ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് സലാം വീട്ടിൽ നിന്നോട് എത്തണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യത്തിൽ നമ്മൾ ഏത് കാല് വെച്ചിട്ട് ഇറങ്ങേണ്ടേ? പള്ളിയിലേക്കാവട്ടെ, ഏത് നല്ല കാര്യത്തിനാവട്ടെ, കച്ചവടത്തിനാകട്ടെ, ഏത് കാല് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്? ഏത് കാല് വെച്ച് ഇറങ്ങില്ല ആ സുന്നത്തുള്ളത്? ഏതാ? വലത്തേ കാലാ, ഇടത് കാല് അല്ലേ? ചില ആളുകൾ പറയും വലത്തേ കാല് വെച്ചിട്ട് ഇറങ്ങിക്കോന്ന്. ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ, പുതുനാരി വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളെന്താ പറയുക? ബിസ്മിൻ ചൊല്ലി വലത്തേ കാല് വെച്ചിങ്ങോട്ട് കയറിക്ക മോളേന്ന് അല്ലേ? അതല്ലേ പറയാം. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് യുവാക്കളുണ്ട്, വല്ലാത്തൊരു സന്തോഷം അവർ മുഖത്ത്. അല്ലാഹു തആല നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആമീന് ശക്തിയുണ്ട് കേട്ടോ. ഏതായാലും പിന്നെ അപ്പോൾ അവരോട് നമ്മൾ പറയലും വലതേ കാല് വെച്ചിട്ട് കയറിക്കോന്ന്. സത്യത്തിൽ വീട് നമ്മുടെ വാസസ്ഥലമാണ്, നമ്മുടെ എല്ലാം വാസസ്ഥലമാണ് വീട്. അതിനൊക്കെ വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്, വല്ലാത്ത പ്രാധാന്യം. വീടിൽ നിന്ന് പുറത്തോട്ടോ വലത്തോട്ടോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിനാണ് പ്രാധാന്യം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴല്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് വലത് കാല് വെച്ചിട്ടാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഏത് ജോലിക്കായിക്കോട്ടെ, ഹജ്ജിന് വരെ പോകുമ്പോൾ അതുപോലെ അതിൻ്റെ മേലെ ഇനി ഒന്നും ഉണ്ടാകില്ലല്ലോ. ഹജ്ജിന് ഉംറയ്ക്ക് വരെ പോകുമ്പോൾ ഇടതുകാല് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. കാരണം ഹജ്ജ് ഉംറ ചെറുതായത് കൊണ്ടല്ല, പിന്നെ നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസസ്ഥലം, നമ്മുടെ ജീവിതത്തിൻ്റെ നാരായ വേരാണത്. അതുകൊണ്ട് വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാല്, ഇറങ്ങുമ്പോൾ ഇടത്തേ കാല്. അതേപോലെ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വലത് കാല്, ഇറങ്ങുമ്പോൾ ഇടത്തേ കാല്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അല്പം ദിവസങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വലത്തേ കാല് വെച്ച് കയറുക, ഇടത്തേ കാല്. ചില ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. പള്ളിയിലേക്ക് അഥവാ ഇടത്തേ കാല് വെച്ച് കയറിയാൽ തന്നെ ചിലപ്പോൾ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും വലത് കാല് വെച്ച് കയറുന്ന ആളുകളും ഉണ്ട്. ഈ സുന്നത്ത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യങ്ങളാണ്. ഏതായാലും നമ്മൾ വീട്ടിലേക്ക് കയറും, പള്ളിയിലേക്ക് കയറും. ആ കയറുന്ന കയറ്റം ഒന്ന് വലതോ ഇടതോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് എന്തും കിട്ടും? സുന്നത്തും കൂടിയും കിട്ടും. ജീവിതത്തിൽ മൊത്തം അങ്ങനല്ലേ? എന്നും എത്ര പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാം, എത്ര പ്രാവശ്യം പള്ളിയിൽ കയറുക, അതൊക്കെ നമ്മുടെ പിന്നെ അക്കൗണ്ടിലേക്ക് വരുന്ന കൂലികളാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ശ്രദ്ധ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരൽ പള്ളിയിലോട്ട് വന്ന ആദ്യം പോകൽ എങ്ങോട്ടാ? ഹൗദങ്കരേക്കാ? അല്ല, ഒന്ന് ബാത്റൂമിലേക്ക് അങ്ങനെ പോകും. ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ബാത്റൂം എന്ന് പറയുന്നത് ഏതാ? ബാത്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ ചെറിയൊരു കള്ളിയാണ്, ഒരു ചെറിയ റൂമാണ്. ശരിക്കും ബാത്റൂം നമ്മുടെ നാടുകളിലെ പള്ളികളിൽ വലിയൊരു റൂമായിരിക്കും, ഒരു 10-15 ബാത്റൂം ഉള്ള അങ്ങനത്തെ ഒരു ഇതല്ലേ നാട്ടിൽ. അതിലേക്ക് ഇങ്ങ് കയറാനൊരു പടി ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ക്ലോസറ്റ് വെച്ച ഒരു വേറെ പടി വേറെ ഉണ്ടാകും. ശരിക്കും ഇതിലേതാ ബാത്റൂമായിട്ട് വരുന്നത്? ആ വലിയ കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണോ നമ്മൾ ഇടതുകാല് വെച്ച് കടക്കേണ്ടത്? അതല്ല ആ ക്ലോസറ്റ് കയറ്റി വെച്ചൊരു സ്ഥലം ഉണ്ടാവില്ലേ, അങ്ങോട്ട് കാല് വെക്കുമ്പോഴാണോ ഇടത്തെ കാല് വെക്കേണ്ടത്? നമ്മുടെ ഇസ്ലാമികപരമായിട്ട് ബാത്റൂം എന്ന് പറയുന്നത് ആ കെട്ടല്ല, ആ ബിൽഡിംഗ് അല്ല. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയാണ് ഇടത്തെ കാലിനെ മുന്തിക്കേണ്ടത്, തിരിച്ചിറങ്ങുമ്പോൾ വലത് കാലിനെ മുന്തിക്കേണ്ടത്. ഈ ഒരു വിഷയം തന്നെ എവിടെ വരും? നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള അറ്റാച്ച്മെൻറ്റ് ബാത്റൂമുകൾ ഉണ്ടാകും. അവിടെ കുളിക്കാനും ബാത്റൂമായിട്ട് ഉപയോഗിക്കുന്ന രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ബാത്റൂം നമ്മൾ എന്താക്കിയിട്ടുണ്ടാകും? ഒരു ടൈൽസിൻ്റെ ഉയരം വെച്ചിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടായിട്ട്, കുളിക്കുന്നത് അല്പം താഴ്ന്നിട്ടും പിന്നെ ബാത്റൂം എന്തും ഒരു ടൈൽസിൻ്റെ ഉയരമായിട്ട്
വെച്ചിട്ടുണ്ടാകും. ഇവിടെ ആ ബാത്റൂമായിട്ട് പരിഗണിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക്, ആ ക്ലോസറ്റ് വെച്ച് അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയാണ് വലതുകാലിൻ്റെയും ഇടതുകാലിൻ്റെയും കാര്യം നോക്കേണ്ടത്. അവിടെയാണ് ആ സുന്നത്ത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 60 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കും. 60 ലക്ഷത്തിൻ്റെ വീട്, 60 ലക്ഷത്തിൻ്റെ വീട്ടിൽ 6 ലക്ഷത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ബാത്റൂം, 6 ലക്ഷത്തിൻ്റെ അറ്റാച്ച് ബാത്റൂമിൽ ഒരു 60,000-ൻ്റെ അൾട്രേറ്റിംഗ് വർക്ക് അങ്ങനെ ചെയ്യും. എന്നിട്ടൊരു 6,000 രൂപയുടെ അനക്സിൻ്റെ ഡോറ്, ഒരു 600 രൂപയുടെ ഡോർ മാറ്റ്, എന്നിട്ടോ 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ഒരു 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ കുട്ടികൾ എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഈ കുട്ടികളിൽ നിന്ന് കിട്ടുക? നമ്മൾ നല്ലൊരു ചെടി വാങ്ങിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് അതങ്ങ് തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങിപ്പോകൂലേ? അതിനൊക്കെ വേണ്ട വെള്ളവും വളവും നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികളെ ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് ഓരോ സുന്നത്തും പഠിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് വിടും. വീട്ടിലോട്ടോ ഇത്രമാത്രം 10-60 ലക്ഷം ചിലവാക്കിയിട്ട് കേവലം ഒരു 60 രൂപയുടെ തൊപ്പി പോലും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മോനെ ഏത് കാലെടുത്താ നീ കയറിയത്, ഏത് കാലെടുത്താ തിരിച്ചു വന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ല. നമ്മുടെ എല്ലാം മദ്രസകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു 100 മസ്അലയിൽ നിന്ന് 10 എണ്ണം നമ്മളൊന്ന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം നമ്മളെ കൊണ്ട് കൊയ്തെടുക്കാൻ കഴിയും. ഏതായാലും ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, വലതുകാല് വെച്ചിറങ്ങുക, ഇടതുകാല് വെച്ചിട്ട് കയറുക. ഇൻഷാ അല്ലാഹ് ഇനി ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടിയുണ്ട്, നാളെ ബാക്കി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നത് പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ